സീൽഡ് കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ എങ്ങനെ പൊട്ടിക്കുന്നത് വേണം ജസ്റ്റ് കാണിച്ചു തരാം. ഉണ്ടോ, സീൽഡ് കട്ട് ചെയ്യാത്ത പുതിയ ഫോണാണ്. ജസ്റ്റ് പുതിയ ഫോണാണ് കേട്ടോ. ഇത് 30,000 രൂപേൻ്റെ ഫോണാണ്. ഇപ്പോൾ സീൽഡ് കട്ട് ചെയ്തോട് എന്തായി, സെക്കൻഡ് ഹാൻഡായി. എന്നിട്ട് ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന റേറ്റ് ഇല്ല, പുതിയ ഫോണ് ഇതേ രീതിയിൽ. ചില കസ്റ്റമർ ചോദിക്കുന്നത് ഓൾഡ് മോഡലാണോ പൊട്ടിക്കുന്നത് നോക്കാം. ഇറങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ബോക്സ് 30,000 രൂപേൻ്റെ ഫോണ് ബോക്സ് പൊട്ടിച്ചോട് എന്തായി, 25,000 രൂപ കൊടുക്കാം. 5,000 രൂപ കുറച്ചിട്ട് സാംസങ്ങിൻ്റെ A26 എന്ന ഈ മോഡൽ നമുക്ക് എവിടെയും കിട്ടില്ല. നമുക്ക് ആരെയും വലിയ പ്രൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് ആരെയും വെല്ലുവിളിക്കാം. ഈ പ്രൈസിന് A26 എന്ന ഈ ഫോൺ എവിടെയും കിട്ടില്ല. ഒരു കസ്റ്റമർക്ക് ഏത് മോഡൽ ഫോൺ വേണോ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. യൂസ്ഡിൽ എല്ലാ മോഡലും, എല്ലാ കമ്പനീൻ്റെ എല്ലാ പുതിയ മോഡലിൻ്റെ ലൈറ്റ് യൂസ്ഡ് ആയിട്ടുള്ളതും ഫ്രഷ് ബോക്സ് പൊട്ടിച്ചിട്ടായിട്ടതും ഇനി ഉപയോഗിച്ചിട്ട് ഫോണുകൾ മാത്രമുള്ളതും എല്ലാം ഷോപ്പറിൽ അവൈലബിളാണ്. ഈ ഫോണ് സീൽഡ് പൊട്ടിച്ചിട്ടില്ല, പുതിയ ഫോണ് 30,000 രൂപ. ജസ്റ്റ് ആ സെയിം സാധനം, ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്ത് 25,000 രൂപ. ഏതാ കസ്റ്റമർ എടുക്കുക? ഇത് തന്നെ എടുക്കുക. ഫ്രഷ് ഫോൺ ഏതാണോ ആ കണ്ടീഷനിൽ നിങ്ങൾ പൊട്ടിച്ചാൽ നമ്മുടെ സെക്കൻഡ് ഇതാണ് ബ്ലിഷോപ്പറിൻ്റെ സെക്കൻഡ് ഫോൺ. ഓക്കെ. ഈ ഫോണുകളൊക്കെ ബ്ലിഷോപ്പറിൽ ഇങ്ങനെ നമ്മൾ വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിന് പകരം ഫോൺ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അടിപൊളി. അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഷോപ്പിലാട്ടോ. കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയിലാണ് ഈ സ്ഥാപനം ഉള്ളത്. ഒരുപാട് ഫോണുകളുണ്ട്, വമ്പൻ കളക്ഷനാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഫോണുകളുണ്ട്. അതായത് ഫ്രഷ് ഫോൺ പൊട്ടിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് യൂസ്ഡ് ഫോണായിട്ടാണ് തരുന്നത് ഇവിടുത്തെ സംഭവം. അപ്പോൾ നമ്മളെ സമീർ ഭായിൻ്റെ ആണ് സ്ഥാപനം. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? നിങ്ങളെ വീഡിയോസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട് ബ്ലിഷോപ്പറിനെ കുറിച്ചിട്ട്. എന്താ ഇവിടുത്തെ ഒരു പ്രത്യേകത? സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായി. നമ്മൾ മെയിനായിട്ട് ഓൺലൈനായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ബ്ലിഷോപ്പർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് യൂസ്ഡ് മൊബൈൽ ഫോൺ ഇന്ന് കേരളത്തിൽ വാങ്ങിക്കാൻ ഇപ്പം ആൾക്കാർക്ക് നല്ല താല്പര്യമുള്ള സംഭവമാണ്. പക്ഷെ എല്ലാവർക്കും ഒരു വിശ്വാസക്കുറവാണ്. യൂസ്ഡ് ഫോൺ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടാവും, എന്തെങ്കിലും രീതിയിൽ പറ്റിച്ചിട്ടായിരിക്കും. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ബ്ലിഷോപ്പർ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഞങ്ങൾ 5 പേര് കൂടി സ്റ്റാർട്ട് ചെയ്തതാണ്. 5 വർഷമായി. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് മെയിനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഇവിടെയൊക്കെ ഷോപ്പ് മാറ്റിയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ്. നേരത്തെ കൊടുവള്ളിയായിരുന്നു. ഇപ്പോൾ ഷോപ്പ് ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി എന്ന സ്ഥലത്താണ്. നെല്ലാങ്കണ്ടി AM മോട്ടോഴ്സിന് തൊട്ടടുത്ത് ടയോട്ടോന്റെ ഷോറൂമിന് മുകളിലായിട്ടാണ് സ്ഥാപനം ഉള്ളത്. ഇവിടെ ഏതൊക്കെ ഫോണുകൾ നമ്മളിവിടെ എല്ലാം വെക്കുന്നത് 6 month വാറണ്ടിയിലാണ്. ചിലത് കമ്പനി ഫ്രഷ് ഫോൺ തന്നെ ബോക്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫ്രഷ് ഫോണായിട്ടുള്ളത് തന്നെ ഉണ്ടാവും. അതൊക്കെ 11 മാസം 1-2 ദിവസമൊക്കെ ഫ്രഷിന് വാറണ്ടി ബാക്കി ഉണ്ടാവും. പക്ഷെ അത് സെക്കൻഡ് ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ യൂസ്ഡ് ഫോണൊക്കെ വാറണ്ടി ഇല്ലാത്ത ഫോണുകൾ, കമ്പനി വാറണ്ടി കഴിഞ്ഞ ഫോണുകൾക്കൊക്കെ നമ്മൾ 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? യൂസ്ഡ് ഫോണ് കേരളത്തിൽ ആദ്യമായിട്ട് വാറണ്ടി എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന ബ്ലിഷോപ്പറാണ്. ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽ എന്തെങ്കിലും റീപ്ലേസോ സർവീസോ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഇവിടെ സെയിൽ ചെയ്യില്ല. 100% ഓക്കെയുള്ള ഫോണുകൾ മാത്രമേ ഇവിടെ ബ്ലിഷോപ്പർ സെയിൽ വെക്കൂ. നമ്മൾ 42 ചെക്കിങ് കഴിഞ്ഞിട്ട് 100% ഓക്കെ എന്നുള്ള പ്രൊഡക്റ്റ് മാത്രം. അത് 6 മാസം വാറണ്ടി. അതിനൊക്കെ പുറമെ കസ്റ്റമർക്ക് ഇതൊക്കെ 0 ഡൗൺ പേയ്മെന്റിൽ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് എടുക്കുന്ന 5,000 മുതലുള്ള ഫോണുകൾക്ക് വരെ എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് ഫിനാൻസ് ചെയ്യാം. അവരെ സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ 1 രൂപ പോലും തരാതെ ഏതൊരു സാധാരണക്കാരനും വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ബഡ്ജറ്റിലുള്ള ഏത് വലിയ ഫോൺ ആയിക്കോട്ടെ ചെറിയ ഫോൺ ആയിക്കോട്ടെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ഉള്ള ഫോൺ നമുക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ബ്ലിഷോപ്പറിന്റെ സ്പെഷ്യൽ. പറയാൻ ഒറ്റ കാര്യമാണ്, ഒരു യൂസ്ഡ് ഫോൺ 100% വിശ്വസിച്ചിട്ട് വാറണ്ടിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഏക സ്ഥാപനമാണ് ബ്ലിഷോപ്പർ. പിന്നെ അതല്ല, നമ്മൾ കോഴിക്കോട് കൊടുവള്ളിയിൽ തന്നെ വരും വേണ്ട, സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും. അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് ഡെലിവറി ഉണ്ട്, സൗകര്യം. നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, ബ്ലിഷോപ്പർ എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പ് സ്റ്റോറിലുണ്ട്. ഗൂഗിളിൽ കയറി ജസ്റ്റ് ബ്ലിഷോപ്പർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബ്ലിഷോപ്പറിലത്തെ എല്ലാ പ്രൊഡക്റ്റും അതിന് എത്ര വാറണ്ടി ബാക്കിയുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ട്, പ്രൈസ് ഉണ്ടാവും. അതിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ കസ്റ്റമർ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അവരെ വീട്ടിലെത്തിയിട്ട് അവർക്ക് ക്യാഷ് കൊടുത്താൽ മതി ഫോണിന്. സ്ഥാപനമാണ് ബ്ലിഷോപ്പർ. ഈ പ്രൊഡക്റ്റ് അവരെ കൈ കിട്ടി സെക്കൻഡ് ആണല്ലോ. നമ്മൾ പറഞ്ഞ വൃത്തി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ 3 ദിവസം വരെ അവർക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം 10 ദിവസത്തിനുള്ളിൽ അവർക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം 6 മാസം വാറണ്ടിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സ്ഥാപനമാണ്. അല്ല സമീർ ഭായി, നിങ്ങൾ പറഞ്ഞല്ലോ പുതിയ സാധനം നിങ്ങൾ ഇവിടെ പൊട്ടിച്ചിട്ട് ബോക്സ് പൊട്ടിച്ചിട്ട് അത് സെക്കൻഡ് ഹാൻഡ് ആയി കൊടുക്കുന്നത്, അതെന്താ സംഭവം? ഈ കാണുന്ന മോഡൽസ് ഒരു ഇതെല്ലാം ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഓപ്പോന്റെ F29 Pro. ഇത് പുതിയത് 30,000 രൂപ വില വരുന്ന ഫോണാണ്. ബോക്സ് ജസ്റ്റ് പൊട്ടിച്ചിട്ട് സിമ്മിട്ട് ആക്ടിവേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, വാറണ്ടി ആക്ടിവേഷൻ ആയിട്ടുണ്ടാവില്ല. പുതിയ ഫോൺ തന്നെ ഉണ്ടോ. പാക്കിങ്ങിൽ കമ്പനി ഏത് രീതിയിലാണ് ഉണ്ടാവുക വെച്ചാൽ അതേപോലെ ഉണ്ടാവും.
ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഏറ്റവും പുതിയ മോഡലാണ്. ഇതിനൊന്നും ₹1 പോലും എവിടെയും നിങ്ങൾക്ക് ഓഫർ കിട്ടില്ല. 30,000 എന്ന് പറഞ്ഞാൽ 30,000 തന്നെ കൊടുക്കണം. ബിഷോപ്പിൽ ഇത് കൊടുക്കുന്നത് ₹25,000. അതായത് ഇറങ്ങിയിട്ട് ഒരാഴ്ച ആവാത്ത ഓപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. നിലത്ത് വീണാൽ പൊട്ടൂല, വെള്ളത്തിലിടാം, അങ്ങനത്തൊക്കെയുള്ള ഫീച്ചേഴ്സുള്ള ഫോണാണ് ഓപ്പോൻ്റെ F29 Pro. 8GB റാം വരുന്നുണ്ട്, 256GB സ്റ്റോറേജ് വരുന്നുണ്ട്. ഇത് ബിഷോപ്പിൽ ഇപ്പോൾ സെയിലിന് ₹25,000. അതായത് ഫ്രഷിനായിട്ട് ₹3,000 കുറച്ചിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഗ്യാരണ്ടി ഉണ്ട്. ഒരു കസ്റ്റമർ എപ്പോഴാണ് ഇതിൽ സിം ഉണ്ടെന്ന് വെച്ചാൽ ആ സമയത്തിൽ 1 year വാറണ്ടി തന്നെയല്ല. ഇതിനൊക്കെ ₹1 പോലും തരാതെ 0 ഡൗൺ പേയ്മെന്റിൽ കസ്റ്റമർക്ക് ഫിനാൻസ് സൗകര്യമുണ്ട്. അത് നമുക്ക് ഓൾ കേരള ചില പിൻകോഡുകളിലൊക്കെ ചിലപ്പോൾ കിട്ടാത്തതുണ്ടാവും. അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയർ നമ്പർ ഇതിൽ കൊടുക്കുക. ഇതിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് പിൻകോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോൺ കിട്ടുമോ ഇല്ലയോ നമ്മൾ പറഞ്ഞുതരും. സിവിൽ സ്കോർ ഓക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടുന്ന് ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ₹1 തരാതെ ഈ ഫോൺ അവർക്ക് കൊണ്ടുപോകാം. അതുപോലെ വിവോൻ്റെ X200 Pro സീൽഡ് കട്ട് ചെയ്തതിൽ പുതിയ ഫോണെന്ന്. ഇത് വരുന്നത് ₹96,000 പുതിയ വരുന്നത്. 16GB 512 സ്റ്റോറേജ് വരുന്ന വിവോൻ്റെ X200 Pro ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. നമ്മൾ ഇതിലൊന്നും ഓൺലൈൻ വരെ ഒരു ഓഫറും നിലവിലില്ല. ₹96,000 കൊടുക്കണം നമുക്കിത് കിട്ടണമെങ്കിൽ. ഇത് ബോക്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ബിഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസ് ₹79,000 കൊടുക്കാം. അതായത് പുതിയനായിട്ട് ഏതാണ്ട് ഒരു ₹15,000 കുറച്ചിട്ട് നമുക്ക് ഈ ഫോൺ കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ചില വീഡിയോസിലൊക്കെ ഞാൻ മുമ്പ് പറയലുണ്ട്. ഇപ്പോൾ ഒരു തിരുവനന്തപുരത്തുള്ള കസ്റ്റമർ ആണെങ്കിൽ അവർ കാർ വിളിച്ച് വന്നിട്ട് ഈ മൊബൈൽ എടുക്കുകയാണെങ്കിലും അവർക്ക് നഷ്ടം ഉണ്ടാവില്ല, അവർക്ക് പോക്ക്. അതെ. പിന്നെ സാംസങ്ങിൻ്റെ Fold 4 എന്ന് പറഞ്ഞ ഫോണുണ്ട്. ഇതൊക്കെ കമ്പനി വാറണ്ടി 7 മാസം വാറണ്ടി ബാക്കിയുള്ളതാണ്. പുതിയന് ₹1,40,000 വരുന്നുണ്ട് Fold 4. ബിഷോപ്പിൽ ഇപ്പോൾ ഈ 7 മാസം കമ്പനി വാറണ്ടിയോട് കൊടുക്കുന്നത് പ്രൈസ് ₹57,500. അത് പകുതിയിലും കുറച്ചിട്ട് പുതിയത് ₹1,40,000 വരുന്ന ഫോണ് ബിഷോപ്പിൽ കൊടുക്കുന്നത് വെറും ₹57,500. അതും 7 മാസം കമ്പനി വാറണ്ടിയോട് കൂടിയിട്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് സാംസങ് പറയുന്നത് S25. ₹81,000 ഓൺലൈൻ പ്രൈസ്. ഇത് ജസ്റ്റ് നമ്മൾ പിന്നെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സിമ്മിട്ട് ആക്ടിവേഷൻ ചെയ്തിട്ടൊന്നുമില്ല. എപ്പോഴാണോ കസ്റ്റമർ സിം എന്ന് വെച്ചാൽ ആ സമയം മുതൽ 1 വർഷം വാറണ്ടി ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ₹64,000. അതായത് S24 ഇതിൻ്റെ തൊട്ട് മുമ്പ് വന്ന് ഈ S24 പുതിയത് വിൽക്കുന്നത് ₹70,000. അപ്പോൾ ഈ S24 റേറ്റ് കുറച്ചിട്ടാണ് ബിഷോപ്പിൽ എന്ത് ചെയ്യുന്നത് S25 സെയിൽ ചെയ്യുന്നത്. അതൊരു വർഷത്തെ വാറണ്ടിയിൽ ₹64,000 S25. 81 പുതിയ റേറ്റ് വരുന്നത്. ബിഷോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ₹64,000. അടിപൊളി. പിന്നെ S24 Ultra ₹1,12,000 വില. 1.15 വരുന്നുണ്ട് പുതിയത്. 12GB റാം 512GB സ്റ്റോറേജ്. ഇത് 7 മാസം വാറണ്ടി ഉണ്ട്. ബിഷോപ്പിൽ സെയിലിന് ₹79. ₹79,000 S24 Ultra. അടിപൊളി സംഭവം. അതും വാറണ്ടിയോട് കൂടിയുള്ള ഫോണാട്ടോ. ധൈര്യമായിട്ട് നമുക്ക് വാങ്ങാം. അതെ അല്ലേ, കമ്പനി വാറണ്ടി ബാക്കിയുള്ള ഫോണാണ്. പിന്നെ സാംസങ്ങിൻ്റെ S23 ഈ സാംസങ്ങിൻ്റെ S സീരീസ് കസ്റ്റമർക്ക് നല്ല ഡിമാൻഡുള്ള ഫോണാണ്. S23 ഉണ്ട്. S23 120GB ആണ് വിൽക്കുന്നത് ₹32,500. സാധാരണക്കാരനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഫോണല്ലേ സാംസങ് S23. പിന്നെ അതാ 2 ദിവസമായിട്ടുള്ള ഇറങ്ങിയിട്ട് സാംസങ്ങിൻ്റെ A26 5G എന്ന മോഡൽ. പുതിയത് ₹30 വരുന്ന ഫോണാണ്. സീൽഡ് കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ എങ്ങനെ പൊട്ടിക്കുന്നത് വേണം ജസ്റ്റ് കാണിച്ചു തരാം. ഉണ്ടോ, സീൽഡ് കട്ട് ചെയ്യാത്ത പുതിയ ഫോണാണ്. ജസ്റ്റ് പുതിയ ഫോണാണ്. ഇത് ₹30,000 ഫോണാണ്. ഇപ്പോൾ സീൽഡ് കട്ട് ചെയ്തവിടെ എന്തായി സെക്കൻഡ് ഹാൻഡ്. എന്നിട്ട് ബിഷോപ്പിൽ സെയിൽ ചെയ്യുന്ന റേറ്റ് ഇല്ല. പുതിയ ഫോണ് ഇതേ രീതിയിൽ. ചില കസ്റ്റമർ ചോദിക്കുന്നത് ഓൾഡ് മോഡലാണോ പൊട്ടിക്കുന്നത് നോക്കുക. ഇറങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ബോക്സ് ₹30,000 ഫോണ് ബോക്സ് പൊട്ടിച്ചോട് എന്തായി ₹25,000 കൊടുക്കാം. ₹5,000 കുറച്ചിട്ട് സാംസങ്ങിൻ്റെ A26 പറഞ്ഞ ഈ മോഡൽ നമുക്ക് എവിടെയും കിട്ടില്ല. നമുക്ക് ആരെയും വലിയ പ്രൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് ആരെയും വെല്ലുവിളിക്കാം. ഈ പ്രൈസിന് A26 പറഞ്ഞ ഈ ഫോൺ എവിടെയും കിട്ടില്ല. അതുപോലെ വിവോയിലേക്ക് വരികയാണെങ്കിൽ വിവോൻ്റെ V50 ₹42,000 പുതിയ വരുന്നുണ്ട്. ഇതും കസ്റ്റമർ ഉപയോഗിക്കുക. സിം ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടേ ഉണ്ടാവും. 12GB റാം 512GB സ്റ്റോറേജ് വരുന്ന പ്രൈസ് ₹37,500. പുതിയ ഫോണ് ₹5-6 റേഞ്ചിൽ പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കാൻ പോകുന്നത്. അതുപോലെ ഏറ്റവും പുതിയ മോഡലാണ് ഓപ്പോൻ്റെ F29. പിന്നെ ഓരോന്നിൻ്റെയും പ്രൈസ് ഇങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചിലപ്പോൾ 2-3 മണിക്കൂർ പോയിട്ടാണ് തീരുവില്ല. തുടങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്ത് വരുന്ന ഫോൺ ഏതാ? ഫോൺ സാംസങ്ങിൻ്റെ S സീരീസ് ഉണ്ട്. നല്ല എൻക്വയറിയുള്ള മോഡലാണ്. പിന്നെ ഗൂഗിൾ പിക്സലിലേക്ക് ഒരുപാട് മോഡലുണ്ട്. അതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ മോട്ടോളിലേക്ക് ഉണ്ട് Edge 50 എന്ന മോഡൽ. ഇതൊക്കെ ഓൺലൈനിൽ ₹30,000 വരുന്ന ഫോണാണ്.
ഒരു ഓഫർ രൂപ പോലും ഇതിന് എവിടെയും കിട്ടൂല. 25,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. മോട്ടോ എഡ്ജ് 50 Pro ഒക്കെ നമ്മളെ പ്രൈസ് പറഞ്ഞൊക്കെ ഒന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺലൈനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. ഫിക്സ് ആയിക്കൊള്ളുന്നില്ല, ഏതാണ്ട് ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവും. അതുപോലെ X100 ഉണ്ട്, വിവോൻ്റെ V40 Pro, ഇതൊക്കെ പുതിയത് 50,000 രൂപ വരുന്ന ഫോണാണ്. നമ്മളിവിടെ സെയിലിന് 33,000 രൂപയ്ക്ക്, അതായത് പുതിയനായിട്ട് 17,000 രൂപ വില കുറവുണ്ടാവും. പിന്നെ ഇതിൽ പോവുകയാണെങ്കിൽ OnePlus-ലേക്ക് പോവുകയാണെങ്കിൽ OnePlus-ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് OnePlus 13. 70,000 രൂപയാണ് പുതിയ റേറ്റ്. ഈ ഷോപ്പിൽ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത പീസ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫ്രഷ് ഫോൺ ഏതാണോ ആ കണ്ടീഷനിൽ നിങ്ങൾ പൊട്ടിച്ചാൽ നമ്മുടെ സെക്കൻഡ്. ഇതാണ് ബിഷോപ്പറിൻ്റെ സെക്കൻഡ് ഫോൺ. ഓക്കെ, ഇത് നമുക്കൊരു 57,000 രൂപ കൊടുക്കാം. അതായത് പുതിയനായിട്ട് 17,000 രൂപ കുറച്ചിട്ട് 70,000 രൂപേൻ്റെ ഫോൺ നമുക്ക് ഒരു 57,000 രൂപ കൊടുക്കാൻ പറ്റും. ഇതിനൊക്കെ 1 year വാറണ്ടി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ വരുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു വിട്ടാൽ ഈ ഫോണുകളൊക്കെ ബിഷോപ്പറിൽ ഇങ്ങനെ നമ്മൾ വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിന് പകരം ബിഷോപ്പറിൽ ഫോൺ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അടിപൊളി. ഈ കാണുന്ന മോഡൽസ് ഒക്കെ ഇങ്ങനെ ഇതൊക്കെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പുറമെ നമ്മൾ കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ താഴെ ഇതൊക്കെ ബോക്സ് ഇല്ലാത്ത ഫോണുകളാണ്. ഇതിനൊക്കെ എന്ത് ചെയ്യൂ, ബിഷോപ്പർ 6 മാസത്തെ വാറണ്ടി കൊടുക്കും. വാറണ്ടി അല്ലേ? അതായത് കമ്പനി വാറണ്ടി ബാലൻസ് ഇല്ലാത്ത ഫോണുകളൊക്കെ ബിഷോപ്പർ 6 മാസത്തെ വാറണ്ടി കൊടുക്കും. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ പ്ലസിലേക്ക്, അതേപോലെ വിവോൻ്റെ V30 Pro, ഒരുപാട് മോഡൽ. ഇതൊക്കെ ജസ്റ്റ് ഉപയോഗിച്ച ഫോണുകളാണ് കേട്ടോ. അതായത് 7 മാസം 8 മാസമൊക്കെ കമ്പനി വാറണ്ടി ബാക്കിയുള്ള ഫോണുകൾ. ഇതേതാണ്ട് പുതിയനായിട്ട് നല്ലൊരു പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. ഒക്കെ കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള ഫോണുകളാണ്. ഓപ്പോയിലുണ്ട്. അതുപോലെ തന്നെ ഈ ഓപ്പോൻ്റെ മോഡലൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് നിലത്ത് വീണാൽ പൊട്ടാത്ത കമ്പനി അങ്ങനെ അവകാശപ്പെടുന്ന ഫോണാണ്. 30 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. നമുക്കിത് വാട്ടർ പ്രൂഫുമാണ്. അതുപോലെ കയ്യിൽ നിന്നും പെട്ടെന്ന് വീണ് പോയിക്കുകയാണെങ്കിൽ പൊട്ടൂല. ഓപ്പോൻ്റെ F27 Pro Plus എന്ന് പറഞ്ഞ മോഡൽ. ഇതൊക്കെ ബിഷോപ്പിൽ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് 20 രൂപയ്ക്കാണ്. 8 മാസം 10 മാസം വരെ കമ്പനി വാറണ്ടി ബാക്കി. അങ്ങനത്തെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഏത് മോഡൽ ഫോൺ വേണോ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. യൂസ്ഡിൽ എല്ലാ മോഡലും, എല്ലാ കമ്പനീൻ്റെ എല്ലാ പുതിയ മോഡലിൻ്റെ ലൈറ്റ് യൂസ്ഡ് ആയിട്ടുള്ളതും ഫ്രഷ് ബോക്സ് പൊട്ടിച്ചിട്ടായിട്ടുള്ളതും ഇനി ഉപയോഗിച്ചിട്ട് ഫോണുകൾ മാത്രമുള്ളതും എല്ലാം ബിഷോപ്പറിൽ അവൈലബിളാണ്. ഒരു ഫോൺ എടുക്കണമെന്ന് താല്പര്യമുള്ളൊരു വ്യക്തി, ഒരു യൂസ്ഡ് ഫോൺ എടുക്കണം താല്പര്യമുള്ള വ്യക്തി, ഇപ്പോൾ ഫ്രഷ് ഫോൺ എടുക്കുകയാണെങ്കിൽ അധിക കസ്റ്റമർക്ക് 3 ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് അടിക്കേണ്ടി വരും. സെക്കൻഡിൻ്റെ കേസിൽ അത് വരുന്നില്ല. സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് 100% ഫിനാൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് സെയിൽ ചെയ്യുന്ന സമയത്തും കൂടുതൽ പൈസ നഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു എമൗണ്ട് മുടക്കി ഫസ്റ്റ് തന്നെ ഒരു ഫോൺ വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ബിഷോപ്പറിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ചിലപ്പോൾ ഒരു ദിവസം 50 രൂപ മാറ്റി വെച്ചാൽ മതി, അല്ലെങ്കിൽ ദിവസം 100 രൂപ മാറ്റി വെച്ചാലും അവർക്ക് എന്താക്കാം, മാസം അടവാക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ 1.25 ലക്ഷം രൂപയുള്ള ഫോണാണെങ്കിൽ സെക്കൻഡ് നമ്മൾ 85,000 നടക്കുകയാണെങ്കിൽ അതൊരു 12 മാസത്തേക്ക് EMI ആക്കുകയാണെങ്കിൽ മാസം ചെറിയ പൈസ അടയ്ക്കാണ്ടാവും. അപ്പോൾ ഒരു വലിയ സ്വപ്നമാണ് നല്ലൊരു ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത്. അത് ബിഷോപ്പറിലേക്ക് എത്തി നമുക്ക് സിമ്പിളാക്കിയിട്ട് ആ ഒരു സ്വപ്നത്തെ അവർക്ക് എന്ത് ചെയ്യുക, നമുക്ക് മാറ്റി അവർക്ക് ഇഷ്ടപ്പെട്ട ഫോൺ എടുത്തിട്ട് കയ്യിലൊരു രൂപ പോലും ഇല്ലെങ്കിലും സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ നല്ലൊരു ഫോൺ കിട്ടുമ്പോൾ പറഞ്ഞേക്കാൻ പറ്റും. അത് 100% വിശ്വസിച്ചവർക്ക് വാങ്ങി ഉപയോഗിക്കാം. പിന്നെ അതിന് പുറമെ കാണുന്നതൊക്കെ ഫോണുകളാണ്. ഓപ്പോയിലും സാംസങ്ങിലും ഒക്കെ വരുന്ന ഫോണുകളാണ്. അല്ല സമീർ ഭായി, നമുക്ക് ഇവിടെ അതായത് ഫ്രഷ് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് ആക്കി കൊടുക്കണം, അതുപോലെ അത് മാത്രമേ ഉള്ളൂ? ഫ്രഷ് ആണെങ്കിൽ ഫ്രഷ് ഉണ്ട്. ഫ്രഷ് ഫോൺ വേണ്ടിയ ആളുകൾക്ക് ഓപ്പോയില്, വിവോയില്, സാംസങ്ങിലൊക്കെ ഫ്രഷ് ഫോണാണ്. ഫ്രഷ് ഫോണുണ്ട്. ഞാൻ ചോദിച്ചത് നമുക്ക് എന്തൊക്കെ പ്രത്യേകത ഉള്ളത്? ഈ ഫോണ് സീൽഡ് പൊട്ടിച്ചിട്ടില്ല, പുതിയ ഫോണ് 30,000 രൂപ. 30,000 രൂപ ജസ്റ്റ് ആ സെയിം സാധനം ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്ത് 25,000 രൂപ. ഏതാ കസ്റ്റമർ എടുക്കുക? ഇത് തന്നെ എടുക്കുക. അപ്പോൾ ഈ ഫോൺ ഞാൻ പറഞ്ഞില്ല, ഈ ഫോണൊക്കെ ഇപ്പം കേരളത്തിൽ ഏത് വലിയ ഷോപ്പിൽ പോയിട്ട് ചോദിക്കുകയാണെങ്കിലും 1 രൂപ പോലും അതിന് ഓഫറില്ല. അത് 30,000 തന്നെ കൊടുക്കണം. ഈ ഷോപ്പിൽ ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, സിം ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. 5,000 രൂപ അവർക്ക് കുറച്ച് കിട്ടുകയാണ്. അപ്പോൾ കസ്റ്റമർ ഏതാ വാങ്ങിക്കുക? ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും ഈ ഷോപ്പറിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് മുതലാവും. ഒരു 5 രൂപ 6 രൂപ റേഞ്ചിൽ മിനിമം പുതിയ ഫോണിൻ്റെ മുകളിൽ റേറ്റ് ഷോപ്പർക്ക് വരുവാണ്ടല്ലോ, വരേണ്ട ഒരു ആവശ്യമില്ല. ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷനിൽ കയറിക്കണ പ്രൊഡക്റ്റ് അവർക്ക് കാണാം. ഇനി കണ്ടിട്ട് നമ്മളെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും ഇവിടുന്ന് അവർക്ക് അയച്ചു കൊടുക്കും. അത് കണ്ടിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുത്താൽ മതി. നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിലെത്തിയിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ അവർക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം 3 ദിവസം വരെ ക്യാഷ് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്.
അതിനുശേഷം അതിന് ഉപയോഗിച്ചിട്ട് റെഡി ആവാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 10 ദിവസം വരെ അവർക്ക് ഈ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പറ്റിക്കപ്പെടില്ല എന്നുള്ളത് 100%. കാരണം നമ്മൾ ബ്ലിഷോപ്പർ സ്റ്റാർട്ട് ചെയ്ത് 5 വർഷമായി. ഈ 5 വർഷം ബ്ലിഷോപ്പർ കച്ചവടം ചെയ്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ, ഇതിലാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ പോകുന്നത്. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിലും അറിയാലോ, സോഷ്യൽ മീഡിയ അത്രയും സ്ട്രോങ് ആണ്. നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കസ്റ്റമർ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് അടിച്ചു കൂട്ടാൻ 5 മിനിറ്റ് മതി. അത്രയും സ്ട്രോങ് ആണ് സോഷ്യൽ മീഡിയ. 5 വർഷം നമ്മൾ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവ് ഇല്ലാത്ത കസ്റ്റമർ ഉണ്ടെന്ന് മാത്രം. ഇനി മൊബൈലാണ്, ഇനി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ബ്ലിഷോപ്പറിനുണ്ടാവും. യൂസിലാണെന്ന് നമ്മൾ കൈ മലർത്തില്ല. നമ്മൾ 6 മന്ത് വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഏത് ഫോണും ഫിസിക്കലായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, നെറ്റ് വീഴുക, പൊട്ടുക, വെള്ളത്തിൽ വീഴാൻ ചെയ്തിട്ടില്ലെങ്കിൽ 6 മാസത്തെ വാറണ്ടി ബ്ലിഷോപ്പർ കൊടുക്കും. ഇനി നമ്മൾ പറഞ്ഞ നേരത്തെ ബോക്സ് പീസുകളൊക്കെ കാണിച്ച്, ഇനി ബോക്സ് ഇല്ലാത്ത ഫോൺ മാത്രം വരുന്ന മോഡൽസ് ഉണ്ട്. ഇതൊക്കെ കണ്ടിക്കുകയാണെങ്കിൽ ഇതേ രീതിയിലുണ്ടാവും. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ കണ്ടിട്ട് ഈ ഫോണ് കണ്ടിട്ട് യൂസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പൊടി കുത്തോ സ്ക്രാച്ചോ ഒന്നുമില്ലാത്ത 100% ഓക്കെ ഉള്ള, ഫിസിക്കലി ആയിട്ട് 100% ഓക്കെ ഉള്ള ഫോണുകൾ മാത്രമേ ബ്ലിഷോപ്പറിൻ്റെ സെക്കൻഡാണെന്ന് പറഞ്ഞിട്ട് 6 മാസം വാറണ്ടിയിൽ വെക്കും. ഇതിന് ബോക്സും ചാർജറും ഒന്നും ഉണ്ടാവില്ല, ഫോൺ മാത്രമേ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ പ്രൈസ് നമ്മൾ ആപ്ലിക്കേഷനിൽ കാണാം. ഇതിൻ്റെ ഡീറ്റെയിൽസിൽ കൊടുക്കും. ബോക്സ് ഉണ്ടെങ്കിൽ ബോക്സ് ഉള്ളതായിട്ട് വെക്കും, ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് തന്നെ അതിൽ ആപ്പിൽ കാണിക്കും. ഇതൊക്കെ ഇങ്ങനത്തെ രീതിയിലുള്ള ഫോണുകളാണ് ബ്ലിഷോപ്പറിന് 6 മാസം വാറണ്ടി വരുന്ന യൂസ്ഡ് ഫോൺ. ഇതൊക്കെ യൂസ്ഡ് ഫോണാണ്. ബോക്സ് ഉണ്ടല്ലോ, സെറ്റ് മാത്രമേ ഉണ്ടാവും. ക്ലീൻ ആയിട്ടുണ്ട് അല്ലേ? അതാണ് പറഞ്ഞു വരുന്നത്. ഫ്രഷ് ഏത് കണ്ടീഷനാണോ നല്ല ക്ലീന് കണ്ടില്ലേ? ഫ്രഷ് ഏത് കണ്ടീഷനാണോ ആ കണ്ടീഷനിലെ ഫോണുകൾ മാത്രമേ ബ്ലിഷോപ്പറിൽ യൂസ്ഡ് ഫോൺ 6 മന്ത് വാറണ്ടിയിൽ കൊടുക്കും. എന്തെങ്കിലും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ കസ്റ്റമറോട് പറയും, വിളിക്കുന്ന സമയത്ത്, ആപ്പിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫോൺ നീറ്റാണ്, 100% ഓക്കെയാണ്. നേരെ മറിച്ചിട്ട് അത് വീട്ടിലെത്തിയിട്ട് അവർ ഏതെങ്കിലും ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർ പറയും ഇത് വൃത്തിയില്ല, അതുകൊണ്ട് അവർ റിട്ടേൺ അയക്കും. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ചെയ്യുന്നതുകൊണ്ട് 100% ഓക്കെ, നീറ്റിൽ ഓക്കെയുള്ള ഫോൺ മാത്രമേ ഇവിടെ സെയിൽ ചെയ്യും. ഇങ്ങനത്തെ ഒരുപാട് മോഡൽസ് നമ്മൾ ഈ കൗണ്ടറിലുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നോക്കിക്കുകയാണെങ്കിൽ ഇതൊക്കെ ബോക്സ് ഇല്ലാത്ത കാലി ഫോണുകൾ മാത്രമേ വരുന്നതാണ്. ഒരുപാട് മോഡൽ ഈ കൗണ്ടറിലുണ്ട്, ആ കൗണ്ടറിലുണ്ട്. ഇപ്പോൾ നമ്മൾ 2 കൗണ്ടർ പരിചയപ്പെട്ടിട്ടുള്ളൂ, ഇനിയും പോകാണ്ട്. അതിനൊക്കെ പുറമേ ഇവിടെയൊക്കെ കാണുന്നത് ഇതൊക്കെ യൂസ്ഡ് ബോക്സ് പീസുകളാട്ടോ. ഇതൊക്കെ സാംസങ്ങിൻ്റെ A55 എന്നാണ് പുതിയ മോഡൽ കേട്ടോ. ഇത് പുതിയത് 35,000 രൂപ വരുന്നതാണ്. ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത പീസ് നമ്മളെ പ്രൈസ് ആണ് 27, 10,000 രൂപ കുറവ്. സാംസങ്ങിൻ്റെ A55 പുതിയ സാധനം. ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പുതിയ ഫോൺ തന്നെ 37 രൂപേൻ്റെ ഫോണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലിഷോപ്പറിൽ കൊടുക്കും 27, 10,000 രൂപയുടെ കുറവ്. സാംസങ്ങിൻ്റെ A55 ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ റൈറ്റ് ഹാൻഡ് നോക്കിയാലും മനസ്സിലാവും. സമീർ ഭായി, അപ്പോൾ നമ്മളടുത്ത് ടാബുകളുണ്ടല്ലോ, ഒരുപാട് കുട്ടികൾക്കൊക്കെ പറ്റിയല്ലേ? കുട്ടികൾക്ക് പറ്റിയ ഓൺലൈനിൽ ആണ് ഇപ്പോൾ പഠിത്തം കാര്യങ്ങളൊക്കെ അല്ലേ? വെക്കേഷൻ കോഴ്സുകൾ ഒരുപാട്. വീട്ടിൽ കുത്തിരിപ്പിക്കണ കുറച്ച് പണിയുണ്ടാവും. അതെ. പൊട്ടിത്തെറിച്ച് കളിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു ടാബ് കിട്ടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പഠിക്കുകയും ചെയ്യാം, ഒരു കളിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് പറ്റിയ ആവശ്യത്തിന് ഒരുപാട് ടാബ് കസ്റ്റമർ ചോദിക്കലുണ്ട്. അങ്ങനത്തെ കണ്ടിട്ട് ബിഷോപ്പ് ഇറക്കിയാണത് സാംസങ്ങിൻ്റെ ടാബാണ്. ടാബ് A8 പുതിയത് 14,000 രൂപയ്ക്ക് വന്ന മോഡലായിരുന്നു. ഇതിൽ സിമ്മിട, കോൾ ചെയ്യുക, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നെറ്റ് കാര്യങ്ങൾ യൂട്യൂബ് എല്ലാം ഉപയോഗിക്കാം. ബിഷോപ്പിൽ 6 മാസം വാറണ്ടിയിൽ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ് 6,500 രൂപ. അതും 6 മാസം വാറണ്ടിയിൽ 6,500 രൂപ. ഇനി ഈ 6,500 രൂപ ഒരുമിച്ച് എടുക്കാനില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഡെലിവറി ഉണ്ട്, ഓൾ കേരള ഡെലിവറി, ഓൾ ഇന്ത്യ ഡെലിവറി. ഇപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലിരുന്നപ്പോൾ വീഡിയോ കാണുന്ന ആളാണ്, അപ്പോൾ അയാൾക്ക് ഫിനാൻസ് എടുക്കണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് തന്നെ EMI ആക്കാം. നമ്മുടെ ആപ്പിൽ തന്നെ കയറിയിട്ട് EMI ആക്കാൻ ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കസ്റ്റമർ കെയർ നമ്പർ കൊടുക്കും, അതിലൊന്ന് വിളിച്ചാൽ കറക്റ്റ് പറഞ്ഞ് ചെയ്തു തരും. ഇനി അതല്ല ബജാജ് ഫിനാൻസ് ഇങ്ങനത്തെ ഫിനാൻസിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ നേരെ ഷോപ്പിലേക്ക് വരണം. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. അതെ, നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് EMI ആക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ നമ്മുടെ ആപ്പ് ത്രൂ ചെയ്യാൻ പറ്റും. ഇനി അതല്ല സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരും. ബജാജ് ഫിനാൻസ് പോലത്തെ ഫിനാൻസിലാണ് ആവശ്യമെങ്കിൽ കസ്റ്റമർ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരണം. ഇതിലിപ്പോൾ ഏതൊക്കെ വെറൈറ്റികളുണ്ട്? ടാബിൽ ഈ മോഡലുണ്ട്. അതേപോലെ തന്നെ റെഡ്മിൻ്റെ പാഡ് SE ഇതൊക്കെ 13 ഉറുപ്പിക റേഞ്ചിൽ പുതിയ വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പുതിയത് ഏതെങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടാവും. ചാർജറൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. ചാർജറൊക്കെ ഉണ്ട്. അതെ, യൂസ് ചെയ്തിട്ടില്ല. പുതിയത് 9,900 പുതുപുത്തൻ. പുതിയ റിയൽമിൻ്റെ പാഡ് SE ഓൺലൈൻ റേറ്റ് ചെക്ക് ചെയ്ത് നോക്കി അറിയാം. ഷോപ്പിൽ കൊടുക്കുന്നത് 9,900. ഇവിടെ കിട്ടില്ല. 10 മാസം 11 മാസം വരെ കമ്പനി വാറണ്ടി ബാക്കി ഉണ്ടാവും.
ഒരു ടാബ് ഇതൊക്കെ ചെറിയ ടാബുകളാണ് കേട്ടോ. ഇതൊക്കെ 6500 റേഞ്ച് വരുന്ന ടാബുകളാണ്. ഇത് 900 വരുന്ന ടാബ്. പിന്നെ വേറെ മോഡലിൽ സാംസങ്ങിൻ്റെ പ്രീമിയം ടാബ് ഗാലക്സി ടാബ് S9 FE എന്ന് പറയും. പുതിയത് 46,000 രൂപ വരുന്നതാണ്. ഷോപ്പിൽ ഇത് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് സിമ്മിടി ആക്ടിവേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ. ഒരു വർഷത്തെ വാറണ്ടിയിൽ നമുക്കിതൊരു 33,000 രൂപ കൊടുക്കാൻ പറ്റും. അതായത് പുതിയ ടാബ് സിം ഇടാൻ പറ്റുന്ന ടാബാട്ടോ. S9 FE ടാബ് 5G സിം ഇടുന്ന ടാബ് 46 പുതിയ റേറ്റ് വരുന്നത്. ഉപയോഗിക്കാണ്ട് നമുക്ക് 33 കൊടുക്കാം. പിന്നെ ഈ കൗണ്ടറിലേക്ക് നോക്കുക, നമ്മളിപ്പോൾ ഒരുപാട് കൗണ്ടർ കാണിച്ചു. ഫസ്റ്റ് കൗണ്ടർ, സെക്കൻഡ് കൗണ്ടർ, തേർഡ് കൗണ്ടർ, ഇപ്പോൾ 4ാമത്തെ കൗണ്ടറിലേക്ക് എത്തി. ഇതിലുണ്ട് യൂസ്ഡ് ഫോണുകൾ. ഈ കണക്ക് ഇതിൽ S24 Ultra വരെയൊക്കെ ഉണ്ട്. 69 രൂപയ്ക്ക് S24 Ultra കൊടുക്കാം സാംസങ്. ഇതിൽ കണക്ക് ഇതും യൂസ്ഡ് ഫോണുകൾ തന്നെയാണ്. ബോക്സ് പീസ് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന വേറെ മോഡലാണ് ഗൂഗിൾ പിക്സൽ 6, 6A, 7, 7 Pro. ഗൂഗിളിൻ്റെ എല്ലാ മോഡലും ഇപ്പോൾ ബിഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട്. പിക്സൽ 6 ഉണ്ട്, 6A ഉണ്ട്, 7, 7 Pro, 8 Pro എല്ലാ മോഡലും ബിഷോപ്പിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാലി ഫോണുകളാണ്. സാംസങ്ങിൻ്റെ S22 ഉണ്ട്. S22 ഒക്കെ നോക്കുന്നത് 24,500 6 മാസത്തെ വാറണ്ടിയിൽ. പിന്നെ വേറെ മോഡൽ സാംസങ്ങിൻ്റെ മോട്ടോറോളൻ്റെ Razr 40 വെറൈറ്റി ആണ് അല്ലേ? വെറൈറ്റി എടുക്കാൻ പറ്റുന്ന ഫോണ്. ഇതൊക്കെ പുതിയത് 56,000 രൂപ വില വരുന്നുണ്ട്. നമ്മൾ ബിഷോപ്പിൻ്റെ സെയിൽ ചെയ്യുന്നത് 28,000 രൂപയ്ക്ക്. വേറെ പകുതി പൈസക്ക് എന്ത് ചെയ്യുക, ഇത് 6 മാസത്തെ വാറണ്ടിയിൽ നമ്മൾ കസ്റ്റമർ കൊടുക്കാൻ പറ്റും. വളരെ ഇത്രയും ഫോണുകൾ ഞാൻ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ കസ്റ്റമർക്ക് ഏത് ടൈപ്പ് മോഡൽ ഫോൺ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബ്ലിഷോപ്പിൻ്റെ പ്രൊഡക്റ്റൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരാൾക്ക് ഇതിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ ദൂരത്തുള്ള ആളാണെങ്കിൽ ബ്ലിഷോപ്പിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ് നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും. അതേപോലെ ഗൂഗിളിൽ കയറി കഴിഞ്ഞടിച്ചാലും ഇതേപോലെ ബ്ലിഷോപ്പിൻ്റെ ആപ്ലിക്കേഷൻ കാണാം. സ്റ്റാർട്ടിങ് തന്നെ വേണം 6 മന്ത് വാറണ്ടി എന്ന് കാണാം. ഇതിൽ മൊബൈൽസ് എന്നുള്ള കാറ്റഗറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന നമ്മൾ എല്ലാ പ്രൊഡക്റ്റും ഇതിൽ കാണാം. ബ്ലിഷോപ്പിൽ സെയിൽ ചെയ്യാൻ പക്ഷേ ഇത് ഫ്രഷ് ആണെങ്കിൽ ഇവിടെ ലോഗോ ഉണ്ടാവില്ല. സെക്കൻഡ് ആണെങ്കിൽ സൂപ്പർ വാല്യൂ എന്നാണ് നമ്മൾ സെക്കൻഡിന് പറയുക. ഇട്ടിട്ട് ശരിക്കാണ്. ഇതൊക്കെ സൂപ്പർ വാല്യൂ പ്രൊഡക്റ്റാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ മനസ്സിലാക്കുക ഇത് സെക്കൻഡ് ഫോണാണെന്നുള്ളത്. നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് വേണമെങ്കിൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം, അതിന്മേൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ പ്രൊഡക്റ്റ് കാണാം. നമ്മൾ ഫ്ലിപ്കാർട്ട് ആമസോൺ വാങ്ങിക്കുമ്പോൾ തന്നെ അടിയിൽ ബൈ നൗ കാണാം. അവരുടെ അഡ്രസ്സ് കൊടുക്കുക, ഡെലിവറി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ സെയിം പ്രൊസീജിയർ. ക്യാഷ് ഓൺ ഡെലിവറി ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി EMI ആക്കണം, EMI ആക്കാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്. ഇനി സ്പോട്ടിൽ പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ ആ ഓപ്ഷനും ഇതിലുണ്ട്. എല്ലാ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി ഇതിന് മുമ്പോട്ട് പോകുന്നതിന് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് ആമസോണിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും സംശയം പറ്റില്ല. സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ കേരളത്തിൽ എവിടെയുള്ള ആൾക്കും എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ കയറി നോക്കാം. നമ്മളെ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടോൾ ഫ്രീ നമ്പറും കസ്റ്റമർ കെയർ നമ്പറൊക്കെ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് നോക്കിയിട്ട് പ്രൊഡക്റ്റ് കാണണമെങ്കിൽ അങ്ങനെ കണ്ടിട്ട് എടുക്കാം. പറഞ്ഞില്ലേ 3 ദിവസം വരെ ക്യാഷ് റീഫണ്ട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷമല്ല, പ്രൊഡക്റ്റ് ഡെലിവറി ആയതിനു ശേഷം 3 ദിവസം വരെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യാം. 1 രൂപ പോലും നിങ്ങൾ നഷ്ടപ്പെടില്ല. 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലിഷോപ്പർ. അതേപോലെ ബ്ലിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിന് പുറമെ TV കാണാം, നെക്ക് ബാൻഡ് കാണാം, സ്മാർട്ട് വാച്ച്, അതേപോലെ കമ്പനികളുടെ ഒക്കെ ഒറിജിനൽ ചാർജർ. ഇപ്പോൾ ഓപ്പോൻ്റെ, വിവോൻ്റെ, സാംസങ്ങിൻ്റെ ഒക്കെ ഒറിജിനൽ ചാർജർ 2500, 3000, 3500 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അത് നമ്മളിവിടെ സൂപ്പർ വാല്യൂ എന്ന് പറഞ്ഞ കാറ്റഗറി ആക്കിയിട്ട് വേറെ പകുതി പൈസ നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 2500 രൂപയുള്ള സാംസങ്ങിൻ്റെ ചാർജർ ആണെങ്കിൽ നമ്മൾ അതിന് നേരെ 1250 രൂപയ്ക്ക് ബിഷോപ്പറിൻ്റെ 6 മന്ത് വാറണ്ടിയിൽ ഒറിജിനൽ ചാർജർ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം വാച്ചുണ്ട്, സ്മാർട്ട് വാച്ച് ഉണ്ട്, അതേപോലെ തന്നെ നെക്ക് ബാൻഡ്, ആക്സറീസുകളൊക്കെ ഉണ്ട്. അതിന് പുറമെ നമുക്ക് ഹെയിം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ TVയും കൂടിയുണ്ട്. ഒരു സെപ്പറേറ്റ് കാറ്റഗറി കാണാം, TVൻ്റെ കാറ്റഗറി കാണാം. അത് 11,500 രൂപ മുതൽ TV സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 17,500 ആ റേഞ്ചിൽ ഗൂഗിൾ TV സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ കാണാം. ഹെയിം എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത്. 55 ഇഞ്ചിൻ്റെ TV ആണ്. ഇതിന് വരുന്ന പ്രൈസ് 55,000 രൂപയാണ്. QLED ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഡിസ്പ്ലേ QLED എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ആണ്. ഗൂഗിൾ TV ആണ്. റിമോട്ടിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും TV അങ്ങ് ചെയ്തോളും. റിമോട്ടിൻ്റെ ആവശ്യമില്ല. ഇതിനൊക്കെ ഉണ്ടല്ലോ 0 ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ ഫിനാൻസും കൊടുക്കാൻ പറ്റും. കമ്പനി 4 വർഷമാണ് ഇതിന് വാറണ്ടി കൊടുക്കുന്നത്. ഇപ്പോൾ ബ്ലിഷോപ്പിലത്തെ പ്രൊഡക്റ്റൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഇനി ഒരുപാട് നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് തീരുമില്ല. ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ
നമ്മുടെ ബിഷോപ്പ് എന്ന് പറഞ്ഞിട്ട് 4500 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു ഏരിയ. അതിൽ ഏതാണ്ട് ഒരു 1500 സ്ക്വയർ ഫീറ്റ് മാത്രമേ നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാമ്പുറങ്ങളാണ്. നമ്മൾ പറഞ്ഞ നേരത്തെ കസ്റ്റമർ കെയർ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് കസ്റ്റമർ കെയർ സർവീസ് ഒന്ന് കാണാം. സർവീസ് സെൻ്റർ കാണാം. ഇതാണ് നമ്മുടെ കസ്റ്റമർ കെയർ. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ വിളിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ഇവർ പറഞ്ഞുതരും. ഫുൾ ടൈം സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പുറകോട്ട് വരികയാണെങ്കിൽ ഇത് നമ്മൾ 2 തട്ടായിട്ട് ചെയ്തതാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ പിന്നാമ്പുറങ്ങളാണ്. ഓരോരുത്തരെ വർക്ക് കാര്യങ്ങളായിട്ട് ഇവിടെ നിങ്ങൾ നടക്കുന്നുണ്ട്. അക്കൗണ്ടിങ്, പിന്നെ മോള് ഫോൺ ചെക്ക് ചെയ്യുന്ന ഏരിയ ഉണ്ട്. ഫോണിൻ്റെ ചെക്കിങ് ഏരിയ ഒക്കെ മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സെമീർ ഭായി കാര്യങ്ങളാണ്. എത്ര സ്റ്റാഫ് ഉണ്ട്? അപ്പോൾ നമുക്ക് ഇവിടെ ബിഷോപ്പറിൽ ഏതാണ്ട് 26 സ്റ്റാഫ് ഉണ്ട്. ഇതിൽ സെയിൽ ഉണ്ടാവുക ഒരു 4-5 പേരാണ്. ബാക്കി ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ബിഷോപ്പിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞ് പിന്നെ അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കാനാണ് ഇത്രയും പിന്നാമ്പറങ്ങൾ നമ്മൾ വെച്ചത്. 500 സ്ക്വയർ ഫീറ്റ് മാത്രമേ നമ്മൾ സെയിലിന് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി പിന്നാമ്പറങ്ങളൊക്കെ കസ്റ്റമർക്ക് ആഫ്റ്റർ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിഷോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ ഒരുപാട് പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ ഇനിയും വരും.